ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹ പറയുകയാണ്, അർച്ചനേട്ടത്തിക്ക് ഈ വിവാഹം മുടക്കിയിട്ട് എന്താ കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പതേ ആളെ കൂട്ടിക്കൊണ്ട് വിവാഹം മുടക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിലും ഭേദം എല്ലാവരും കൂടി എനിക്കല്പം വിഷം വാങ്ങിത്താ, അതോടെ എല്ലാവരുടെയും വാശിയും ദേഷ്യവും ഒക്കെ തീർന്നോളും. അത്രയും പറഞ്ഞുകൊണ്ട് സ്നേഹ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ നന്ദൻ പറയുകയാണ്, അർച്ചനയോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. ഇങ്ങനെയാണ് അർച്ചനയുടെ പോക്കും മനോഭാവമെങ്കിൽ ഇതൊന്നും ശരിയാകാനേ പോകുന്നില്ല. സ്നേഹ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് നിങ്ങളും കൂടി കേട്ടതല്ലേ? അവൾ എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചാൽ ആര് മറുപടി പറയും? ഇങ്ങനെ മുഖം കറുപ്പിച്ച് ഒന്നും പറയണ്ടെന്ന് കരുതിയ അർച്ചനയോടുള്ള വർത്തമാനം ഞാൻ ഈയിടെയായിട്ട് ഒഴിവാക്കിയത്. അർച്ചനെ, ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്താലേ അർച്ചന കാണാത്ത മറ്റൊരു നന്ദനെയാകും കാണാൻ പോകുന്നത്. തുടർന്ന് സന്ദീപിനോട് വൃന്ദാവനത്തിലേക്ക് പോകുന്നില്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ പോകുവാണെന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നന്ദൻ അവിടുന്ന് പോയതിനു ശേഷം വിഷമത്തോടെ നിൽക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ടെൻഷനോടെ നിൽക്കുന്ന സന്ദീപിന്റെ അടുത്തേക്ക് അനൂപ് വരികയാണ്. സന്ദീപിനോട് കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് കരുതുന്നു. സന്ദീപിന് ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം മതിയാകുന്നുണ്ടോ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഈ കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയാനിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടും സിറ്റിയിലൊരു വീടല്ലേ അനൂപേട്ട നല്ലത്. ആവണിമോൾക്ക് സ്കൂളിൽ പോകാനാണെങ്കിലും അനൂപേട്ടന് ഓഫീസിൽ പോകാനാണെങ്കിലും ഇപ്പോൾ ആതിരയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലും ഹോസ്പിറ്റലിൽ പോകാനും അതൊക്കെയല്ലേ നല്ലത്. ഇത് കേൾക്കുന്ന അനൂപ് പറയുകയാണ്, പലപ്പോഴായി ഞാനും ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളതാ. പക്ഷേ ഞങ്ങൾ വളർന്ന ഈ വീട് വിൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, അതിന് ഈ വീട് വിൽക്കണമെന്ന് ആരാ പറഞ്ഞത്? ഈ വീട് വിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു വീട് വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ അനൂപേട്ടന് തരാം. എന്നാണെങ്കിലും എനിക്കും താമസിക്കേണ്ട വീടല്ലേ. അതുകൊണ്ട് അനൂപേട്ടൻ ആ കാര്യം ഓർത്ത് ടെൻഷൻ ആകണ്ടെന്ന് പറഞ്ഞ് സന്ദീപ് അവിടുന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അനൂപ്. പിന്നീട് കാണിക്കുന്നത് അനൂപ് കമലയോടും മാഷിനോടും സന്ദീപ് പറഞ്ഞ കാര്യം പറയുന്നതാണ്. നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്ക്. നെഞ്ചിലെ പിടപ്പ് പുറത്ത് കാണിക്കാതെ ഞാനും ഇവളും അനുസരിച്ചേക്കാം. ഈ വീട് ഞങ്ങളുടെ സ്വർഗമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അകത്തേക്ക് പോകുന്നു. അങ്ങനെ കമലയും അകത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് അനൂപ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അതേസമയം അർച്ചനയ്ക്കുള്ള ആഹാരവുമായിട്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നു. എല്ലാ ദിവസവും എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ആളല്ലേ. ഇന്ന് കാണാഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു എവിടെയെങ്കിലും മാറി ഇരിക്കുകയായിരിക്കുമെന്ന്. എന്താടോ ഇന്നെന്താ തനിക്കിത്ര ടെൻഷൻ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചന സച്ചിയോട് പറയുന്നു. എടോ, നന്ദേട്ടനും അച്ഛനും കൂടി ഉറപ്പിച്ചൊരു വിവാഹമല്ലേ താനിങ്ങനെ മുടക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് അവർക്ക് അവരുടേതായ ദേഷ്യം കാണില്ലേ? ഇനി ചിലപ്പോൾ അവർ തന്നെ കൂടുതലായിട്ട് വഴക്ക് പറഞ്ഞു നിന്നിരിക്കും. അപ്പോഴൊക്കെ ഇങ്ങനെ മാറി ഇരിക്കാനാണോ തൻ്റെ ഉദ്ദേശം? ആ കാര്യമൊക്കെ വിട്. ഇനി ഞാൻ തന്നോട് മറ്റു കാര്യം പറയാം. സന്ധ്യ ഡോക്ടർ വിളിച്ചിരുന്നു. നാളെ ഇങ്ങോട്ടേക്ക് വരാമെന്നാ പറഞ്ഞത്. തൻ്റെ വിഷമമൊക്കെ മാറ്റി സന്തോഷത്തോടെ ഇരിക്കണം. താൻ വാ, നമുക്ക് ആഹാരം കഴിക്കാമെന്ന് സച്ചി പറയുമ്പോൾ എനിക്ക് വിശപ്പില്ലെന്ന് അർച്ചന പറയുന്നു. താനിത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ആഹാരവുമായിട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയ്ക്ക് ആഹാരം വാരി കൊടുക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ഇരിക്കുന്ന അവന്തികയാണ്. അതേസമയം നന്ദൻ മുറിയിലേക്ക് വരുന്നു. സ്നേഹയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ശുദ്ധികലശം നടത്തുന്നുണ്ടെന്ന് നന്ദൻ പറയുമ്പോൾ ആ വിവാഹം തന്നെ ഒരു അബദ്ധമല്ലേ എന്ന് അവന്തിക പറയുന്നു. സ്നേഹയുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം പറയാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിലേ ഇത്രയും നാളും നിനക്ക് തരാതെ വെച്ചിരുന്ന അടികൾ ഓരോന്നായിട്ട് ഞാൻ നിനക്ക് തരും. അർച്ചന ഇപ്പോൾ എൻ്റെ വായിലിരിക്കുന്നത് കേട്ടതേ ഉള്ളെന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതിന് വിവാഹം നിർത്തിവെക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇത്ര ധൃതിയില് വിവാഹം നടത്തുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. നാളെ ധനുഷിന്റെ അച്ഛനും അമ്മയും വരും. ഞങ്ങൾ ഈ വിവാഹം നടത്തുകയും ചെയ്യും. എന്താണെങ്കിലും എനിക്ക് പറ്റിയ അബദ്ധം അവരുടെ കാര്യത്തിൽ പറ്റില്ല. ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനലിനെയല്ലേ ഞാൻ കെട്ടിയത്. ഞാൻ മുന്നിൽ നിന്ന് നടത്തുന്ന വിവാഹമാണിത്. ഇതിന് തടസ്സം പറഞ്ഞുകൊണ്ട് ആര് വന്നാലും അവരൊന്നും പിന്നെ ഈ വീട്ടിൽ കാണില്ല. അത് അർച്ചനയാണെങ്കിലും അവന്തികയാണെങ്കിലും. അത്രയും പറഞ്ഞ് നന്ദൻ അവിടുന്ന് പോകുമ്പോൾ ടെൻഷനോടെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.